നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ഇടപെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമൻ ഭരണകൂടവുമായി എ പി അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചു. യമനിലെ പ്രധാന സൂഫി പണ്ഡിതൻ മുഖേനയാണ് യമൻ ഭരണകൂടത്തെ അദ്ദേഹം ബന്ധപ്പെട്ടത്. മുഹമ്മദ് ഷംസീർ വിശദാംശം നൽകും. ഷംസീർ, കാന്തപുരത്തിന്റെ ഇടപെടൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്തെങ്കിലും ആശ്വാസ്യകരമായ വാർത്തകൾ ലഭിക്കാനിടയാകുന്ന തരത്തിലുള്ളൊരു ഇടപെടലാണോ? വിശദാംശങ്ങൾ എന്താണ്? സേഫു, ആശ്വാസകരമായ വാർത്തകൾ മലയാളികൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്ന് കൂടി നിമിഷപ്രിയയുടെ മോചനത്തിന് അല്ലെങ്കിൽ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. യമനിലെ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ മുഖാന്തരമാണ് യമൻ ഭരണകൂടവുമായി അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഈ സൂഫി പണ്ഡിതനുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് നേരത്തെ തന്നെ ബന്ധമുള്ളതാണ്. അദ്ദേഹം മുഖാന്തരം യമൻ ഭരണകൂടവുമായി സംസാരിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും എ പി അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇതിൽ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ലഭ്യമായതെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ഏതായാലും ആ തരത്തിലുള്ള ഇടപെടലിന് ഈ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാവുകയാണ്. ഏതായാലും വിവിധ തുറകളിൽ നിന്ന് കേരളത്തിൽ നിന്നാണെങ്കിൽ തന്നെ ഈ വ്യവസായികളുടെ ഭാഗത്തു നിന്നും നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇടപെടാൻ വേണ്ടി. ആ തരത്തിലുള്ള പല കോണുകളിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ ഭാഗത്തു നിന്ന് കൂടി നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ മാസം 16-ാം തീയതി വധശിക്ഷ നടപ്പാക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടയിൽ കൂടിയാണ് ഈ തരത്തിലുള്ള ഇടപെടലുകൾ ഊർജിതമായി വരുന്നത്. ശരി.